അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. പ്രിയമുള്ളവരെ, നമ്മൾ അൽ ജന്നത്തു വന്നാർ എന്ന ഗ്രന്ഥമാണ് വായിച്ചു വരുന്നത്. സ്വർഗത്തെ സംബന്ധിച്ചും നരകത്തെ സംബന്ധിച്ചും ഖുർആനിലും ഹദീസിലും വന്ന കാര്യങ്ങളെ പ്രതിപാദിക്കുന്ന ഒരു കൊച്ചു കൃതിയാണിത്. കിതാബിന്റെ ഫുൾ പേര് അൽ ജന്നത്തു വന്നാറു അല ലൗഇൽ കിതാബി വസുന്ന. ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ, വെളിച്ചത്തിൽ സ്വർഗ നരകങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ച, പഠനം എന്നാണ് ആ കിതാബിന്റെ പേര്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്ന കിതാബ് എഴുതിയത് സഈദ് ഇബ്നു വഹഫ് അൽ കഹ്താനി ആണ് എന്ന്. എന്നാൽ അദ്ദേഹമല്ല ഇത് എഴുതിയത്, അദ്ദേഹത്തിന്റെ മകനാണ് അബ്ദുറഹ്മാൻ ഇബ്നു സഈദ് ഇബ്നു വഹഫ് അൽ കഹ്താനി. സഈദ് ഇബ്നു വഹഫ് അൽ കഹ്താനി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഉപ്പ ഇതിന് ആമുഖം എഴുതിയതാണ്. മകനാണ് ഈ ഹദീസുകളെയൊക്കെ ക്രോഡീകരിച്ചിട്ടുള്ളത്. ഉപ്പ അത് പരിശോധിക്കുകയും ആമുഖം എഴുതുകയും ചെയ്തു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്വർഗത്തെ സംബന്ധിച്ച് വിശദീകരിച്ചു. സ്വർഗത്തിന്റെ ഭാഷാപരമായ അർത്ഥം എന്താണ്, അതിൻ്റെ സാങ്കേതികപരമായ അർത്ഥം എന്താണ്, സ്വർഗത്തെ സംബന്ധിച്ച് ഖുർആനിൽ വന്ന പേരുകൾ എന്തൊക്കെയാണ് എന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു. ഇൻഷാ അല്ലാഹ് ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ ചർച്ച നരകത്തെക്കുറിച്ചാണ്. നരകത്തിന്റെ അർത്ഥം എന്താണ്, അതിൻ്റെ പേരുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അൽ മബ്ഹസു അസ്സാനി താരിഫുൻ നാരി വദിക്റു അസ്മാഇഹ. രണ്ടാമത്തെ ചർച്ച നരകത്തെ വിശദീകരിക്കലും അതിൻ്റെ പേരുകൾ പറയലും. അന്നാറു ലുഗത്തൻ, ഭാഷാപരമായി നരകം എന്ന് പറഞ്ഞാൽ തുഖാലു ലിൽ ലഹബില്ലദി യബ്ദു ലിൽ ഹാസ, നമുക്ക് കാണാൻ പറ്റുന്ന തീപ്പൊരി പ്രകാശത്തിനാണ് നാർ എന്ന് പറയുക. നമുക്ക് കാണാൻ പറ്റുന്ന തീപ്പൊരിക്ക്, തീക്ക്. വലിൽ ഹറാറത്തി അൽ മുജറദ, അതേപോലെ തന്നെ ചൂടിനും നാർ എന്ന് പറയും. കേവല ചൂടുണ്ടല്ലോ, നമ്മുടെ ശരീരത്തിന് ഏൽക്കുന്ന ചൂട്, പൊള്ളല്, അതിനും നാർ എന്ന് ഭാഷയിൽ പ്രയോഗിക്കാറുണ്ട്. വലിൽ ഹറാറത്തിൽ മുഹരിക, അതേപോലെ തന്നെ പൊള്ളിച്ചു കളയുന്ന ചൂടിന്, തട്ടിയാൽ പൊള്ളുന്ന, തൊട്ടാൽ പൊള്ളുന്ന ചൂടിനും നാർ എന്ന് പറയും. അന്നാർ എന്ന് പറഞ്ഞാൽ പൊള്ളിക്കുന്ന ചൂട്, അല്ലെങ്കിൽ ചൂട് അനുഭവപ്പെടുന്ന കാര്യത്തിനാണ് നാർ എന്ന് പറയുക ഭാഷാപരമായിട്ട്. അതുപോലെ തന്നെ നാറു ജഹന്നം, നരകത്തിന്റെ തീക്കും നാർ എന്നാണ് ഖുർആനിൽ അല്ലാഹു പ്രയോഗിച്ചിട്ടുള്ളത്. അൽ മദ്കൂറു ഫീ ഖൗലിഹി തആല അന്നാറു വഅദഹ അല്ലാഹു അല്ലദീന കഫറു, കാഫിരീങ്ങൾക്ക് അല്ലാഹു നാറിനെ, തീയെ വാദ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ജഹന്നമിലുള്ള, നരകത്തിലുള്ള തീ എന്നർത്ഥത്തിലും അന്നാർ എന്ന് പ്രയോഗിക്കാറുണ്ട്. ഇതിന്റെ ഭാഷാപരമായ അർത്ഥമാണിത്. അന്നാർ എന്ന വചനം, കലിമത്ത്, അത് ഏകവചനമാണ്. അതിൻ്റെ ബഹുവചനം അൻവുറുൻ അല്ലെങ്കിൽ നീറാൻ എന്നൊക്കെ, അൻവൂർ, നീറാൻ എന്നൊക്കെയാണ് ബഹുവചനമായിട്ട് തന്നെ പ്രയോഗിക്കാറുള്ളത്. അതുപോലെ തന്നെ അന്യാർ, ഇതും നാർ എന്ന കലിമത്തിന്റെ ബഹുവചനമായിട്ട് പ്രയോഗിക്കാറുണ്ട്. അപ്പോൾ പൊള്ളുന്ന, ശരീരത്തിന് പൊള്ളലേൽപ്പിക്കുന്ന ഒരു വസ്തുവിനാണ് ഭാഷാപരമായി നാർ എന്ന് പറയുക. അല്ലെങ്കിൽ ശരീരത്തിന് ചൂട് അനുഭവപ്പെടുന്ന വസ്തുക്കൾക്കാണ് നാർ എന്ന് ഭാഷാപരമായി പറയുക. വന്നാറു ഫിൽ ഇസ്തിലാഹ്, ഇനി സാങ്കേതികപരമായി അന്നാർ എന്ന് പറഞ്ഞാൽ, അതായത് ഇസ്ലാമിന്റെ ഭാഷയിൽ ഖുർആനും ഹദീസും അന്നാർ എന്ന് പ്രയോഗിച്ചത് എന്തിനെ കുറിച്ചാണ് എന്ന ചർച്ചയാണ് രണ്ടാമത്തേത്. ഹിയല്ലതി അഅദ്ദഹ അല്ലാഹു സുബ്ഹാനഹു വ തആല ലിമൻ അസാഹു, അള്ളാഹുവിനെ ധിക്കരിച്ചവർക്ക് വേണ്ടി അള്ളാഹു ഒരുക്കിയ ഒരു സങ്കേതമാണ് അന്നാർ. അന്നാർ എന്ന് ഖുർആന്റെയും ഹദീസിന്റെയും ഭാഷയിൽ പറഞ്ഞാൽ എന്താണ്, അള്ളാഹുവിനെ ധിക്കരിച്ചവർക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ച സങ്കേതം, അതാണ് അന്നാർ. ഖാല അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലദീന കഫറു വകദ്ദബു ബിആയാതിന, നമ്മുടെ ആയാത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയും നിഷേധിക്കുകയും ചെയ്തവർ, ഉലൈക അസ്ഹാബുൻ നാർ, അവരാണ് നാറിന്റെ ആൾക്കാർ. അന്നാർ, നാറിന്റെ ആൾക്കാർ. അപ്പൊ അന്നാർ എന്ന സങ്കേതത്തിൽ താമസിക്കുന്നവർ അവരാണ് എന്ന്. അപ്പൊ അന്നാർ എന്നത് എന്താ ഉദ്ദേശിക്കുന്നത്,
അള്ളാഹുവിനെ ധിക്കരിച്ച, അള്ളാഹുവിൻ്റെ ആയാത്തുകളെ നിഷേധിക്കുകയും കളവാക്കുകയും ചെയ്തവർക്ക് വേണ്ടി അള്ളാഹു ഒരുക്കിയ ഒന്നാണത്. അതാണ് ഉലായിക അസ്ഹാബുന്നാർ, അവരാണ് നാറിന്റെ ആൾക്കാർ, നാർ എന്ന സങ്കേതത്തിൽ പ്രവേശിക്കുന്ന ആൾക്കാർ എന്നർത്ഥം. ഹും ഫീഹ ഖാലിദൂൻ, അവർ ആ അന്നാർ എന്ന സങ്കേതത്തിൽ തീയിൽ കാലാകാലമായിരിക്കും, ഖാലിദായിരിക്കും എന്ന്. അതേപോലെ തന്നെ അള്ളാഹു പറഞ്ഞു വഖാല തആല ഇന്നല്ലാഹ ലഅനൽ കാഫിരീന വഅഅദ്ദ ലഹും സഈറ, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷേധികളെ ലാനത്ത് ചെയ്തിട്ടുണ്ട്, ശപിച്ചിട്ടുണ്ട്, അവർക്ക് സഈറിനെ ഒരുക്കിയിട്ടുമുണ്ട് എന്ന്. സഈർ എന്നത് അള്ളാഹു നാർ എന്നതിന് ഉപയോഗിച്ച മറ്റൊരു പേരാണ്. അപ്പോൾ അള്ളാഹു ലാനത്ത് ചെയ്ത ഒരു കൂട്ടർ, നിഷേധികളായ ഒരു കൂട്ടർ, അവർക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ച ഒരു സങ്കേതമാണ് അന്നാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഈ രണ്ടായത്തിലൂടെ വ്യക്തമായി. അള്ളാഹു ഒരുക്കി, ആദ്ദഹ, അള്ളാഹു ഒരുക്കി എന്ന് പറഞ്ഞു. ആദ്ദ ലഹും, അവർക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി എന്ന് പറയുന്നതിലൂടെ അതൊരു സങ്കേതമാണ് മനസ്സിലായി. ഇതാണ് ഭാഷാപരമായും സാങ്കേതികപരമായും അന്നാർ എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത ചർച്ച, നരകവും ബന്ധപ്പെട്ടിട്ടുള്ള രണ്ടാമത്തെ ചർച്ച, വമിൻ അസ്മാ ഇന്നാർ, നരകത്തിന്റെ പേരുകൾ. നരകത്തിന് ഒരുപാട് പേരുകൾ, നമ്മൾ സ്വർഗത്തിന് ഒരുപാട് പേരുകൾ പറഞ്ഞു. ഓരോ പേരും ഓരോ വിശേഷണങ്ങളാണ്. നമ്മൾ പറഞ്ഞിരുന്നു പേര് വ്യത്യസ്തങ്ങളാണ് എങ്കിലും അതിൻ്റെ ദാത്ത് ഒന്നാണ്. ഒരു ദാത്തിന്റെ ഒരുപാട് പേരുകളാണ്. ഒരുപാട് പേരുകൾ വന്നത് ഒരുപാട് എഴുത്തിബാറിലൂടെയാണ്, ഒരുപാട് വ്യത്യസ്ത കോഡുകളിലൂടെയാണ്. നമ്മൾ സ്വർഗത്തിന്റെ പേരുകൾ പറയുമ്പോൾ വിശദീകരിച്ചിരുന്നു. അങ്ങനെ പേര് അതിന് വരാൻ കാരണം അതിൽ അങ്ങനെയുള്ള ഒരു അനുഭവം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഓരോ വസ്തു വെച്ച് നോക്കുമ്പോൾ വ്യത്യസ്ത പേരുകൾ. എല്ലാ വസ്തുവും ഒന്നിന്റെ പേരാണ്. അറബിയിൽ പറയാറുണ്ട് മുസമ്മ ഒന്നാണ്, അസ്മാകൾ വ്യത്യസ്തങ്ങളാണ് എന്ന്. ഒറ്റ വസ്തുവിന്റെ ഒരുപാട് പേരുകൾ. അതേപോലെ നരകത്തിനും ഒരുപാട് പേരുകളുണ്ട്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച പേരുകൾ. നഊദു ബില്ലാഹി മിൻഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് നമ്മളെ കാക്കട്ടെ. ഒന്നാമത്തെ പേര് അന്നാർ തന്നെ. അന്നാർ എന്നുള്ളത് നരകത്തിന്റെ ഒരു പേരാണ്. ഖാല അല്ലാഹു തആല അന്നാറു വഅദഹ, അന്നാറു വഅദഹ അല്ലാഹു അല്ലദീന കഫറു വബിഇസൽ മസീർ, നരകം അതിനെ അള്ളാഹു വാദ ചെയ്തു. ആർക്ക്? അല്ലദീന കഫറു, നിഷേധികൾക്ക്. നിഷേധികൾക്ക് അള്ളാഹു നരകത്തെ വാദ ചെയ്തു. നിഷേധികൾ മടങ്ങിച്ചെല്ലേണ്ട നിഷേധികളുടെ സങ്കേതമാണ് നരകം. ആണ് വബിഇസൽ മസീർ, നിഷേധികൾ മടങ്ങിച്ചെല്ലുന്ന സങ്കേതം എത്ര മോശമാണ് എന്ന്. നരകം വളരെ ഭയാനകരമാണ്, പ്രയാസമുള്ളതാണ്, മോശമായതാണ്. ആണ് വബിഇസൽ മസീർ. അപ്പോൾ നിഷേധികൾക്ക് അള്ളാഹു വാദ ചെയ്തു എന്ന് അള്ളാഹ് പറയുന്നത് എന്താണ്? അന്നാർ എന്നാണ്. അപ്പൊ നരകം എന്നുള്ളത്, അന്നാർ എന്നുള്ളത് നരകത്തിന്റെ ഒരു പേരാണ്. നമ്മളതിന്റെ ഭാഷാർത്ഥങ്ങളൊക്കെ പറഞ്ഞല്ലോ. രണ്ടാമത്തേത് ജഹന്നം. നരകത്തിന് അള്ളാഹു പ്രയോഗിച്ച മറ്റൊരു പേര് ജഹന്നം എന്നാണ്. ജഹന്നം. ഖാല അല്ലാഹു തആല ഇന്ന ജഹന്നമ കാനത് മിർസാദ ലിത്താഗീന മആബ. ഇന്ന ജഹന്നം, തീർച്ചയായും ജഹന്നം, നരകം, നരകത്തിന്റെ വേറൊരു പേരാണ്. കാനത്ത് മിർസാദ, അത് കാത്തിരിക്കുന്ന ഒരു സങ്കേതമാകുന്നു എന്ന്. മിർസാദ്, മിർസാദ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കാത്തിരിക്കുക. ആ കാത്തിരിക്കുന്ന ആളിൽ നിന്നും വിട്ടുപോകാൻ അവർക്ക് സാധിക്കുന്നില്ല. മിഫ്ആൽ വസ്ന് അതികവിഞ്ഞ അർത്ഥം കിട്ടുന്ന, ഒന്നുകൂടെ സ്ട്രോങ് അർത്ഥം കിട്ടുന്ന ഒരു പ്രയോഗമാണ് മിർസാദ്. റസദ ഇർസുദ് എന്നതിന്റെ മിർസാദ് വസ്ന് മുബാലഗയുടെ സീരയാണ്. കാത്തിരിക്കുന്നു. ഉലമാക്കൾ മിർസാദിനെ വിശദീകരിച്ചത് കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ആരെയാണോ കാത്തിരിക്കുന്നത് അയാൾക്കൊരിക്കൽ നിന്നും ഇതിൽ നിന്നും വിട്ടുപോകാൻ പറ്റൂല. കണ്ടിരിക്കും, കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ഇപ്പൊ നരകം കാത്തിരിക്കുന്നത് ആരെയാണ്? ലിത്താഗീന മആബ, താഗികളെയാണ്. താഗികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാഫിറുകളാണ്. കാഫിരീങ്ങളെ, കുഫറിന്റെ ആൾക്കാരെ കാത്തിരിക്കുന്ന പതിസ്ഥാനമാണ്, സങ്കേതമാണ് നരകം. അപ്പൊ നരകം കാഫിറുകളെ കാത്തിരുന്നു കൊണ്ടേണ്ട്. ആ കാത്തിരിക്കുന്ന നരകത്തിൽ നിന്നും ഒരു കാഫിറിനും രക്ഷപ്പെടാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് അള്ളാഹു മിർസാദ് എന്ന് പ്രയോഗിച്ചത് നരകത്തെ. അല്ലെങ്കിൽ റാസിദ് എന്ന് പ്രയോഗിച്ചാൽ മതി. ഇന്ന ജഹന്നമ
കാനത്ത് റാസിദ എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുന്നതാകുന്ന അർത്ഥം കിട്ടും. പക്ഷെ അത് പ്രയോജനം എന്താണ്? മിർസാദ് എന്നാണ്. മിർസാദ് എന്നുള്ള പ്രയോഗം കാരണം ഈ കാത്തിരിക്കുന്ന നരകത്തിൽ നിന്നും ആരെയാണോ നരകം കാത്തിരിക്കുന്നത് അവർക്കൊരിക്കലും ഓടി രക്ഷപ്പെടാൻ പറ്റുകയില്ല. അങ്ങനെ കാത്തിരിക്കുന്നു എന്നർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇന്ന ജഹന്നമ കാനത്ത് മിർസാദ ലിത്താഗീന മആബ. താഗികൾക്ക് അത് മടക്കസ്ഥാനമാണ്. താഗി എന്ന് പറഞ്ഞാൽ ധിക്കാരി, അതിക്രമം ചെയ്ത ആൾ, അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കാതെ അള്ളാഹുവിന്റെ അതിർവരമ്പുകൾ വിട്ടുപോയവർ, അവർക്കാണ് താഗി എന്ന് പറയാ, തുകിയാൻ. അവർക്കുള്ള മആബ മടക്കസ്ഥാനമാണത് എന്ന്, അവരുടെ സങ്കേതമാണ് ജഹന്നം. അത് അവരെ കാത്തിരിക്കുന്നുണ്ട് എന്ന്, അത് അവരെ കാത്തിരിക്കാണ്, മിർസാദാണ്. ഇതാണ് രണ്ടാമത്തെ പേര് ജഹന്നമിന്റെ, നരകത്തിന്റെ ജഹന്നം. മൂന്നാമത്തെ പേര് അൽ ജഹീം. നരകത്തെ അള്ളാഹു പ്രയോഗിച്ച മൂന്നാമത്തെ പ്രയോഗം അൽ ജഹീം എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വബുരിസത്തിൽ ജഹീമു ലിമൻ യറ. സ്വർഗക്കാർക്ക് വേണ്ടി സ്വർഗത്തെ അടുപ്പിക്കും, അതേപോലെ തന്നെ നരകക്കാർക്ക് വേണ്ടി നരകത്തെ പ്രകടമായി കാണിച്ചു. ബുരിസത്തിൽ ജഹീമു, ജഹീം വെളിവാക്കപ്പെടും, ലിമൻ യറ, അതിനെ കാണുന്നവർക്ക് വേണ്ടി എന്ന്. നരകത്തെ എല്ലാവരും കാണും, സ്വർഗത്തെ എല്ലാവരും കാണൂല. സ്വർഗത്തിന് അവകാശപ്പെട്ടവർ മാത്രമേ സ്വർഗത്തെ കാണൂ. നരകത്തെ അള്ളാഹു എല്ലാവർക്കും കാണിക്കും. ബുരിസത്ത്, സ്വർഗത്തെ കുറിച്ചിട്ട് ബുരിസ് എന്നല്ല പ്രയോഗിച്ച, പിന്നെയോ ഉസ്ലിഫത്ത്, കുരിബത്ത് എന്ന അർത്ഥത്തിൽ അടുപ്പിക്കപ്പെടും. സ്വർഗത്തിന്റെ ആൾക്കാർക്ക് അടുപ്പിച്ച് കാണിച്ചു കൊടുക്കും. നരകം അങ്ങനെയല്ല, അത് ബുരിസത്ത്, ഉൽഹിറത്ത് അല്ലെങ്കിൽ കുഷിഫത്ത്, കാണിക്കപ്പെടും, എല്ലാവർക്കും കാണിക്കപ്പെടും. നരകത്തെ ചങ്ങലയിൽ വിളിച്ചു കൊണ്ടിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ബുരിസത്തിൽ ജഹീം, ഇവിടെ അള്ളാഹ് പ്രയോഗിച്ചത് അൽ ജഹീം എന്നാണ്. അപ്പൊ നരകത്തിന്റെ വേറൊരു പേര് അൽ ജഹീം എന്നാണ്. അപ്പൊ അന്നാർ, ജഹന്നം, ജഹീം, ജഹീം എന്ന നരകത്തിന്റെ ഒരു പേരാണ്. നാലാമത്തെ പേര് അസ്സഈർ. അസ്സഈർ ഖാല അല്ലാഹു സുബ്ഹാനഹു വ തആല വഫരീഖുൻ ഫിസ്സഈർ. ഫരീഖുൻ ഫിൽ ജന്നത്തി വഫരീഖുൻ ഫിസ്സഈർ. ഒരു കൂട്ടര് സ്വർഗത്തിലാണ്, മറ്റൊരു കൂട്ടര് സഈറിലാണ്. അസ്സഈർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നരകമാണ്. നരകത്തിന്റെ ഒരു പേരാണ് സഈർ എന്നുള്ളത്. നമ്മൾ പറഞ്ഞിരുന്നു, രണ്ട് കൂട്ടരാണുള്ളത്, ഒന്നുകിൽ സ്വർഗത്തിന്റെ ആള് അല്ലെങ്കിൽ നരകത്തിന്റെ ആള്. രണ്ട് കൂട്ടരാണുള്ളത്. ഭൂമിയിൽ ജീവിക്കുന്ന അള്ളാഹുവിന്റെ അടിമകൾ രണ്ട് കൂട്ടരാണ്. ഒന്നുകിൽ സ്വർഗത്തിലേക്ക് പോകും, മരിച്ചതിന് ശേഷം സ്വർഗത്തിൽ പോകുന്ന ആൾക്കാർ. രണ്ട്, മരിച്ചതിന് ശേഷം നരകത്തിൽ പോകുന്ന ആൾക്കാർ. നമ്മളത് പറഞ്ഞിരുന്നു, ഇന്നഹും കാനു ഖബല ദാലിക മുഹ്സിനീൻ, സ്വർഗത്തിന്റെ ആൾക്കാരാണ്. മരിക്കുന്നതിന് മുമ്പ് ഇഹ്സാൻ ചെയ്തവർ, തൗഹീദും മുതാബഅത്തും ഉള്ളവർ. മുഹ്സിൻ എന്ന് പറഞ്ഞാൽ തൗഹീദുടയ, അള്ളാഹുവിന് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന മുവഹിദിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രം ഫോളോ ചെയ്യുന്ന മുത്തബീനും പറയുന്ന ഒറ്റ വേർഡാണ് മുഹ്സിൻ. ഇന്നഹും കാനു ഖബല ദാലിക മുഹ്സിനീൻ, അവരാണ് ഫരീഖുൻ ഫിൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള ഒരു കൂട്ടര്. രണ്ടാമത്തെ കൂട്ടരാരാണ്? ഇന്നഹും കാനു ഖബല ദാലിക മുത്രഫീൻ, സുഖലോലുപന്മാർ, ദേഹേച്ഛക്കാർ, പരലോക ജീവിതത്തെ നിഷേധിച്ചവർ, ശിർക്ക് ചെയ്യുന്നവർ. ഇന്നഹും കാനു യുസിറൂന ഫിൽ ഹിൻസിൽ അലീം, അല്ലേ? കാനു യുസിറൂന ഫിൽ ഹിൻസിൽ അലീം, അവർ ഷിർക്കിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരായിരുന്നു. ഷിർക്കിന്റെ ആൾക്കാർ, ദേഹേച്ഛയുടെ ആൾക്കാർ, അള്ളാഹുവിന്റെ കൽപ്പനകളോ നിരോധനങ്ങളോ നിർദ്ദേശങ്ങളോ പാലിക്കാത്ത ആൾക്കാർ. അവരെ കുറിച്ച് പറഞ്ഞത് വഫരീഖുൻ ഫിസ്സഈർ, മറ്റേ കൂട്ടര് നരകത്തിലാണ്. അപ്പോൾ മരിച്ചതിന് ശേഷം രണ്ട് കൂട്ടരാണുള്ളത്. ഒരു കൂട്ടർ സ്വർഗത്തിലേക്ക്, മറ്റേ കൂട്ടര് നരകത്തിലേക്ക്. അതല്ല ഫരീഖുൻ ഫിൽ ജന്ന വഫരീഖുൻ ഫിസ്സഈർ. അപ്പൊ സഈർ എന്നുള്ളത് ജന്നത്തിന്റെ ഓപ്പോസിറ്റ്, നരകമാണ് ഉദ്ദേശം. അപ്പൊ സഈർ എന്നുള്ളത് നരകത്തിന്റെ ഒരു പേരാണ്. അഞ്ചാമത്തെ പേര് സഖർ. ഖാല അല്ലാഹു സുബ്ഹാനഹു വ തആല വമാ അദ്റാക മാ സഖർ. എന്താണ് സഖർ എന്ന് നിനക്കറിയുമോ? സഖർ എന്നുള്ളത് നരകത്തിന്റെ ഒരു പേരാണ്. വമാ അദ്റാക മാ സഖർ ലാ തുബ്ഖി വലാ തദർ. അത് നരകത്തെ കുറിച്ച് പരിചയപ്പെടുത്താണ്. ലാ തുബ്ഖി, അത് ഒന്നിനെയും ബാക്കിയാക്കുകയില്ല, വലാ തദർ, ഒന്നിനെയും വിടുകയുമില്ല, ഉപേക്ഷിക്കുകയില്ല. അതിൽ ഇട്ട് കഴിഞ്ഞാൽ കരിച്ചു കളയും.
അതാണ് സഖർ. വമാ അദ്റാക മാ സഖർ. സഖർ എന്നാൽ എന്താ നിനക്കറിയുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ചോദിക്കാൻ. നരകത്തെ കുറിച്ചാണ് അവിടെ അള്ളാഹു സംസാരിക്കുന്നത്. അപ്പൊ നരകത്തിന്റെ ഒരു പേരാണ് സഖർ. അതിന്റെ വിശേഷം എന്താണ്? ലാ തുബ്ഖി വലാ തദർ. അതൊരാളെയും വിടുകയുമില്ല, ഒരാളെയും ബാക്കിയാക്കുകയുമില്ല. അങ്ങനെയുള്ളതാണത്. ആറാമത്തെ നരകത്തിന്റെ പേര് അൽ ഹുതമ. അൽ ഹുതമ, നാറുല്ലാഹിൽ ഹുതമ. കല്ല ലയുംബദന്ന ഫിൽ ഹുതമ. നാറുല്ലാഹിൽ മൂക്കദ. ഹുതമ എന്നുള്ളത് നരകത്തിന്റെ ഒരു പേരാണ്. കല്ല ലയുംബദന്ന ഫിൽ ഹുതമ. തീർച്ചയായും അങ്ങനെയല്ല, അവർ ഹുതമയിൽ എറിയപ്പെടുക തന്നെ ചെയ്യും. എന്താണ് ഹുതമ എന്ന് പറഞ്ഞാൽ? അത് കത്തിക്കപ്പെടുന്ന തീയാണ് എന്ന് പറഞ്ഞു. ഇപ്പൊ നരകത്തെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുതമ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. ഹുതമ എന്നുള്ളത് നരകത്തിന്റെ ഒരു പേരാണ്. നാറുല്ലാഹിൽ മൂഖദ അല്ലതി തത്തലി അലൽ അഫ്ഇദ. കത്തിക്കപ്പെടുന്ന അള്ളാഹുവിന്റെ തീയാണ് അൽ ഹുതമ എന്നുള്ളത്. നരകത്തിന്റെ ഒരു പേരാണ്. ഏഴാമത്തെ പേര് അൽ ഹാവിയ. അൽ ഹാവിയ നരകത്തിന്റെ പേരാണ്. ഖാല അല്ലാഹു തആല വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള നരകത്തിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ഹാവിയ എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ ഒരു പേര്. വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു, ആരുടെ തുലാസിലെ തൂക്കം കുറഞ്ഞുവോ ഫഉമ്മുഹു ഹാവിയ, അവന്റെ മടക്കസ്ഥാനം, അഭയസ്ഥാനം, അവന്റെ ഉമ്മ പ്രയോഗിച്ചത് എന്തിനാണ്? ചെറിയ മക്കള് എന്തെങ്കിലും പ്രശ്നമാരത്തൊക്കെ ഓടി പോവാ ഉമ്മയിലേക്കാണ്. ഒരു അഭയമാണ് ഉമ്മ. ഫഉമ്മുഹു അവന്റെ അഭയം, അവന്റെ മടക്കസ്ഥാനം. അല്ലെ, ഏട്ടനീനെ അടി ഉണ്ടാക്കിയാൽ, ഏട്ടനീനെ അടിച്ചാൽ കരഞ്ഞോണ്ട് അടുത്തൊക്കെ പോവാ, ഉമ്മ അടുത്തൊക്കെ പോവാ. ഫഉമ്മുഹു അവന്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ അവന്റെ മടക്കസ്ഥാനം, അവന്റെ അഭയം. ഹാവിയ, ഹാവിയാണ്. വമാ അദ്റാക മാ ഹിയ, ഹാവിയ എന്താണെന്ന് നിനക്കറിയോ? നാറുൻ ഹാമിയ, ചുട്ടുപൊള്ളുന്ന തീയാണ്. നാറുൻ ഹാമിയ. അപ്പൊ ഇവിടുന്ന് കിട്ടും വേറൊരു കാര്യമുണ്ട്. വഅമ്മാമൻ ഖഫ്ഫത് മവാസീനുഹു എന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് വമൻ അമ്മാമൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിൻ റാളിയ. ആരുടെ സൽക്കർമ്മങ്ങൾ അധികരിക്കുന്നുവോ അവൻ റാലിയായ എന്ന് പറഞ്ഞാൽ അവിടെ ഫായിലിനെ ഉദ്ദേശിച്ചെങ്കിലും മഫൂലാണ് അർത്ഥം വെക്കേണ്ടത്. ഫീ ഈശത്തിൻ മർലിയ എന്ന അർത്ഥത്തിലാണ്. തൃപ്തികരമായ ജീവിതത്തിലായിരിക്കുമെന്ന്. തൃപ്തികരമായ ജീവിതത്തിലാണ് ആരാണാവുക? അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് നമ്മുടെ കർമ്മങ്ങൾ തൂക്കും. ചില ഉലമാക്കൾ പറഞ്ഞത് 3 കാര്യങ്ങൾ തൂക്കും. ഒന്ന്, നമ്മളെ തൂക്കും, നമ്മളെ ഓരോരുത്തരെയും നാളെ മീസാനിൽ തൂക്കും. 2, നമ്മളുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട ഏടുകൾ തൂക്കും. 3, നമ്മുടെ പ്രവർത്തനങ്ങളെ തൂക്കും. നമ്മൾ ചെയ്ത ഓരോ പ്രവർത്തനത്തെ, ആ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു തൂക്കും. ഇങ്ങനെ തൂക്കി നോക്കിയിട്ട് ആരുടെ തുലാസാണോ അതിലെ സൽക്കർമ്മങ്ങൾ കൂടുകയും ദുഷ്കർമ്മങ്ങൾ കുറയുകയും ചെയ്താൽ, അതാണ് അമ്മാമൻ സഖുലത്ത് മവാസീനുഹു എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും സൽക്കർമ്മങ്ങൾ അധികരിച്ചാൽ, അതാണ് അർത്ഥം. അമ്മാമൻ സഖുലത്ത് മവാസീനുഹു, ആരുടെയെങ്കിലും തുലാസ് തൂങ്ങിയാൽ, കനമുള്ളതായാൽ എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും സൽക്കർമ്മങ്ങൾ ധാരാളമായാൽ ഫഹുവ ഫീ ഈശത്തിൻ റാളിയ. അപ്പോൾ മനസ്സിലായി, ഓപ്പോസിറ്റ് എന്തുണ്ടാകും? ദുഷ്കർമ്മങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകാം. അപ്പോൾ പാപങ്ങൾ ഒരിക്കലും സംഭവിക്കാതിരിക്കുക എന്നത് സ്വർഗത്തിൽ കടക്കാൻ ഷർത്തല്ല. അങ്ങനെ ചിലര് തിരിച്ചരിപ്പിക്കാറുണ്ട്, ഒരു പാപവും ഇല്ലാത്ത ആളെ സ്വർഗത്തിൽ കിടക്കുള്ളൂ. അല്ല, മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചത് ആ രീതിയിലാണ്. അവന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യും? അബദ്ധങ്ങൾ, കുറ്റങ്ങൾ, കുറവുകൾ ഉണ്ടാകും. ആരായാലും അബദ്ധം പറ്റാത്തവനായി ആരുമില്ല. ഓരോരുത്തരുടെയും രക്തത്തിലൂടെ ശൈത്താൻ, ഇന്ന ശൈത്താന യജ്രി മജ്റദ്ദം, രക്തം ഓടുന്നിടത്തൊക്കെ ശൈത്താൻ ഓടുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്.
കുല്ലു ബനി ആദം അൽ ഖത്താഊൻ ഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ. ആദം സന്തതികളെല്ലാം അബദ്ധം പറ്റുന്നവരാണ്, അവരിൽ ഏറ്റവും ഉത്കൃഷ്ടർ തൗബ ചെയ്യുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അബദ്ധങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. തെറ്റും കുറ്റവും പറ്റാത്തവരായ ആരുമില്ല. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞ പ്രയോഗങ്ങൾ ഖുർആനിൽ എവിടെ പരിശോധിച്ച് നോക്കിയാലും ഈ പ്രയോഗം അള്ളാഹ് പ്രയോഗിച്ചതായി കാണാം. അമ്മാമൻ സഖുലത് മവാസീനുഹു, ആരുടെ സൽക്കർമ്മങ്ങൾ അധികരിച്ചുവോ, ഭാരമുള്ളതായോ, അവന്റെ ജീവിതം ഐശ്വര്യപൂർണമായ ജീവിതമായിരിക്കുന്നത്. ഒമൻ ഖഫ്ഫത് മവാസീനുഹു, ആരുടെ സൽക്കർമ്മങ്ങൾ കുറഞ്ഞു പോയോ, ദുഷ്കർമ്മങ്ങൾ കുറയായി, സൽക്കർമ്മങ്ങൾ കുറഞ്ഞു, അതാണ് ഫഉമ്മുഹു ഹാവിയ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ. അപ്പോൾ പൂർണ്ണമായും സൽക്കർമ്മങ്ങൾ ചെയ്ത് ഒരു തെറ്റും ചെയ്യാത്ത ആൾ മാത്രമേ സ്വർഗത്തിൽ കിടക്കൂ എന്നുള്ള വർത്താനം ശരിയല്ല. ചില പാപികളെ പാപത്തിൽ തുടർത്താൻ ഈ ഒരു വാദം കാരണമായിട്ടുണ്ട്. അറിവില്ലാത്തതിൻ്റെ പേരിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഹറാമുകൾ ചെയ്തു പോയ ആൾക്കാർ, കള്ളുകുടിയിലും പെണ്ണുപിടിയിലും മോശമായ മറ്റു പല ഹറാമുകളും ചെയ്തു പോയ ആൾക്കാർ നന്നാകാൻ ആഗ്രഹിക്കുമ്പോൾ അവർക്ക് നന്നാകുന്നതിൽ തടസ്സം ഈ പാപങ്ങളൊക്കെ ചെയ്ത ഞാൻ, പാപം ചെയ്തവർക്ക് നരകാണല്ലോ, നരകത്തെ പറഞ്ഞിട്ട് പേടിപ്പിച്ചല്ലോ, അപ്പൊ പാപം ചെയ്ത ഞാൻ എങ്ങനെ ഇനി നന്നായിട്ട് എന്ത് കാര്യം എന്നൊക്കെ ചിന്തിപ്പിക്കുന്നിടത്തേക്ക് എത്തിയത്. സൽക്കർമ്മങ്ങൾ ചെയ്തവർ മാത്രമേ സ്വർഗത്തിൽ പോവുള്ളൂ, ജീവിതത്തിൽ ഒരു തെറ്റുണ്ടാകാൻ പാടില്ല എന്ന ഒരു തെറ്റായ പഠിപ്പിക്കലാണ്. അങ്ങനെയില്ല. സൽക്കർമ്മങ്ങൾ അധികരിച്ച ആൾ ജീവിതത്തിൽ ദുഷ്കർമ്മങ്ങൾ കുറവാവുകയും, ഒരാൾ അദ്ദേഹത്തിന്റെ സൽക്കർമ്മങ്ങൾ അള്ളാഹു തൂക്കി നോക്കി 100 കിലോ ഉണ്ട്, അയാളുടെ ദുഷ്കർമ്മങ്ങൾ തൂക്കി നോക്കി 99 കിലോനുണ്ട്, അയാൾ സ്വർഗത്തിലെ നരകത്തില. ഈ ആയത്ത് പ്രകാരം സ്വർഗത്തിലാണ്. 1 കിലോ അധികം നന്മയുണ്ട് അയാൾക്ക്. അതാണ് ഈ ആയത്തിന്റെ പൊരുള്. അപ്പോഴാണ് തൗബ ചെയ്യാൻ നമുക്ക് പ്രോത്സാഹനം ഉണ്ടാകുക, അപ്പോഴാണ് നന്മയിൽ നിരതനാകാൻ നമുക്ക് താല്പര്യം ഉണ്ടാകുക, വ്യഗ്വത ഉണ്ടാകുക, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്കൊരു ത്വര ഉണ്ടാകുക. ഒരുപാട് നന്മകൾ ചെയ്തു കൂട്ടണം. നന്മ ചെയ്യുന്ന അവസരങ്ങളെ ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. കാരണം ജീവിതത്തിൽ തിന്മ അറിയാതെയും സംഭവിച്ചു പോകും, തിന്മയിൽ നമ്മൾ പലപ്പോഴും പെട്ടുപോകും. അപ്പോൾ എൻ്റെ നന്മ എൻ്റെ തിന്മയേക്കാൾ കൂടുതലാകണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ നന്മയുടെ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തും. അത് ഏറ്റവും വലിയ അവസരമാണ് മജ്ലിസുൽ ഇൽം, ഇൽമിന്റെ സദസ്സിൽ ഇരിക്കാനുള്ളത്. ഇൽമിന്റെ സദസ്സിൽ ഇരിക്കുന്ന ആൾക്കാരുടെ പാപങ്ങൾ അള്ളാഹ് പുറത്തു കൊടുക്കുന്നതാണ്. അള്ളാഹ് എന്താ മലക്കോട് പറയാ? ഞാൻ അവർക്കൊക്കെ പുറത്തു കൊടുത്തു. ഈ മജ്ലിസ് പിരിഞ്ഞു പോകുമ്പോൾ മലക്കോട് അള്ളാഹ് പറയും, ഞാൻ അവർക്കൊക്കെ പുറത്തു കൊടുത്തു. ഇവിടെ മലക്കയുടെ സാന്നിധ്യമുണ്ട്. മലക്കുകളുടെ സാന്നിധ്യമുള്ള സദസ്സാണ് ഇൽമിന്റെ സദസ്സ്. റൗദത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തോപ്പുകളിലുള്ള ഒരു തോപ്പാണ് ഇതെന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഇവിടെ മലക്കുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, നമ്മളവരെ കാണുന്നില്ല എന്ന് മാത്രം. ഈ സദസ്സ് പിരിയുമ്പോഴേക്കും മലക്കൾ അള്ളാഹ്ക്ക് പോവും. അള്ളാഹ് ചോദിക്കും, നിങ്ങൾ എവിടുന്നാ വരുന്നത്? അപ്പൊ മലക്കൾ പറയും, നമ്മൾ ഇൽമിന്റെ സദസ്സിന്നാ വരുന്നത്. അങ്ങനെ അള്ളാഹ് ഒരുപാട് സംസാരിച്ചതിന് അവസാനം അള്ളാഹ് പറയും, ഞാൻ അവിടെ ഉള്ളവർക്കൊക്കെ പുറത്തു കൊടുത്തു. ഈ അവസരം ഉപയോഗപ്പെടുത്തുന്ന ആരാണ്? ഈ തിരിച്ചറിവ് ഉണ്ടാകുന്ന ആളാണ്. ഞാൻ ഇൽമിന്റെ സദസ്സ് പായാക്കാൻ പാടില്ല, എനിക്ക് മഖ്സുറത്ത് വേണം, എൻ്റെ ജീവിതത്തിൽ തെറ്റും കുറ്റങ്ങളൊക്കെ വന്നു പോകുന്നുണ്ട്. മലക്കൾ പറയും, അല്ലാഹുവേ, ആ കൂട്ടത്തിൽ ഒരാള് ഇൽമിന്റെ സദസ്സ് അന്വേഷിച്ച് വന്ന ആളല്ല, ആ വഴി വേറെ എവിടെയോ പോകുമ്പോൾ ഇൽമിന്റെ സദസ്സ് കണ്ടിട്ട് ഇരുന്നതാണ്, ഇൽമിന്റെ സദസ്സ് ലക്ഷ്യം വെച്ച് വന്ന ആളല്ല അയാൾക്കോ. അള്ളാഹ് പറഞ്ഞു, ഹുമുൽ ഖൗമു ലാ യഷ്കാ ബിഹിം ജലീസുഹും, ഈ സദസ്സിൽ ആരിരുന്നോ അവരാരും ദൗർഭാഗ്യവനാവൂല. ഇൽമിന്റെ സദസ്സിൽ ഇരുന്നവർക്കൊക്കെ അള്ളാഹുവിന്റെ മഗ്ഫിറത്തുണ്ട്. അപ്പൊ മഗ്ഫിറത്തിന്റെ വാതിലുകൾ തേടി പോകാൻ നമുക്ക് താല്പര്യം ഉണ്ടാവും. അത് ഒരു വലിയൊരു തിരിച്ചറിവാണ് അത്. അപ്പൊ സൽക്രമങ്ങൾ അധികരിപ്പിക്കണം എന്നുള്ള ചിന്ത വരും. സൽക്രമങ്ങൾ കുറഞ്ഞു പോയാൽ പ്രശ്നമാണ്, അവന്റെ സങ്കേതം നരകമാണ്, ഹാവിയാണ്. ഹാവി എന്താ നിനക്കറിയോ? നാറുൻ ഹാമിയാണ്. അപ്പോൾ ഇൽമിന്റെ സദസ്സുകൾ ഉപയോഗപ്പെടുത്തണം. വാജിബായ കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ സുന്നത്ത് കർമ്മങ്ങൾ ചെയ്യാൻ അവസരങ്ങൾ കണ്ടെത്തണം. നന്മയുടെ എന്തുണ്ടോ ഒറ്റ
ഏറ്റവും ചെറുതാണെങ്കിലും പായാക്കരുത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ കർമ്മങ്ങൾ അധികരിക്കുക, ഒരുപാടാവുക. തുലാസ് തൂക്കുമ്പോൾ ഒരുപാട് പാപങ്ങളുടെ കൂട്ടത്തിൽ ഒരു നന്മ കൊണ്ടെങ്കാലും നമ്മൾ രക്ഷപ്പെട്ടില്ലെങ്കിൽ, ആ ഒരു നന്മ ഒരു സുബ്ഹാനല്ലാഹ് എങ്കിൽ, അതാണ് നമ്മൾ പായാക്കിയതെങ്കിൽ, നാളെ പരലോകത്ത് നമ്മൾ അതിനികരിക്കും, ഒരു സുബ്ഹാനല്ലാഹ് ഞാൻ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ സ്വർഗത്തിലായേനെ എന്ന് പറയുന്ന അവസ്ഥ നാളുണ്ട്. സഹിയായ ഹദീസിൽ കാണാം, മുഅ്മിനീങ്ങൾ സ്വർഗത്തിലെത്തിയതിനു ശേഷം നിരാശപ്പെടുന്നുണ്ടെങ്കിൽ നിരാശപ്പെടുക അവർ ദുനിയാവിൽ ചെല്ലാതെ പോയൊരു സുബ്ഹാനല്ലാഹ്ക്കായിരിക്കും. ആ സുബ്ഹാനല്ലാഹയും കൂടെ ഞാൻ ചെല്ലിയിരുന്നുവെങ്കിൽ ഒന്നും കൂടെ ദർജ കൂടുതൽ കിട്ടിയേനെ എന്ന് പറയുമായിരുന്നു. അപ്പൊ അതിന്റെ അമ്മാമൻ ഖഫത്ത് മവാസീനുഹു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. അപ്പൊ സൽക്കർമ്മങ്ങൾ കുറയുമ്പോഴാണ് നരകത്തിൽ പോവുക. ദുഷ്കർമ്മങ്ങൾ കൂടുകയും സൽക്കർമ്മങ്ങൾ കുറയുകയും ചെയ്യുമ്പോൾ ഇങ്ങനെ 7 പേരുകളാണ് നരകത്തിൻ്റെതായി ഖുർആനിൽ വന്നിട്ടുള്ളത്. 1 അന്നാർ, 2 ജഹന്നം, 3 അൽ ജഹീം, 4 സഈർ, 5 സഖർ, 6 അൽ ഹുതമ, 7 അൽ ഹാവിയ. 7 നരകത്തിന്റെ പേരുകളാണ്. നമ്മൾ സ്വർഗത്തിന് 14 പേരുകൾ പറഞ്ഞിരുന്നു അല്ലെ. സ്വർഗത്തിന്റെ പേരുകൾ 9 പേരുകൾ, 10 പേരുകൾ സ്വർഗത്തിന് പറഞ്ഞിരുന്നു. നരകത്തിന് 7 പേരുകൾ. ഇനി അടുത്ത ചർച്ച രണ്ടാമത്തെ പാടാണ്. ഹലിൽ ജന്നത്തു വന്നാറു മൗജൂദത്താൻ, സ്വർഗവും നരകവും ഇപ്പോഴുണ്ടോ? ഐന മക്കാനുഹുമാ, അത് രണ്ടിന്റെയും സ്ഥാനം എവിടെയാണ്? സ്വർഗം എവിടെയാണ്, നരകം എവിടെയാണ്? അത് ഇപ്പോൾ ഉണ്ടോ? അതല്ല പരലോകത്ത് നമ്മളൊക്കെ മരണപ്പെട്ടതിന് ശേഷം നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സന്ദർഭത്തിൽ അന്ന് അള്ളാഹു സൃഷ്ടിക്കുന്നതാണോ എന്നതാണ് അടുത്ത ചർച്ച. ഒന്നാമത്തെ ചർച്ച സ്വർഗവും നരകവും ഇപ്പോഴും ഉണ്ട് എന്നതാണ്. സ്വർഗവും നരകവും ഇപ്പോഴും ഉണ്ട്, അത് അന്നേ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. സ്വർഗവും നരകവും ഇപ്പോഴും ഉണ്ട് എന്നറിയിക്കുന്ന ഹദീസുകളിൽപ്പെട്ട ഒരു ഹദീസാണ് ഹദീസു അനസ് റളിയല്ലാഹു തആല. അനസ് റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, അനിർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട്. അത് ഇസ്രാ പോയ റസൂലുള്ളാഹി ഇസ്രാ മിഅ്റാജ് പോയ സമയം ആ ഹദീസാണ് വിശദീകരിക്കാൻ. ആ കൂട്ടി റസൂൽ പറയാണ്, സുമ്മന്തലഖ ബി ജിബ്രീലു, പിന്നെ ജിബ്രീൽ എന്നെയും കൊണ്ടുപോയി. വലിയ ഹദീസാണ്. റസൂൽ പോയ സന്ദർഭം മൊത്തം പറയുന്നുണ്ട്. റസൂൽ പറയാണ്, സുമ്മന്തലഖ ബി ജിബ്രീലു, പിന്നെ എന്നെയും കൊണ്ട് ജിബ്രീൽ പോയി, ഹത്തൻതഹ ബി ഇലാ സിദ്റത്തിൽ മുൻതഹ, അങ്ങനെ എന്നെയും കൊണ്ട് സിദ്റത്തുൽ മുൻതഹ വരെ എത്തി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൊണ്ട് ഇസ്രാ മിഅ്റാജ് നടത്തിയ സംഭവം മുഴുവനായും റസൂൽ വിശദീകരിക്കാൻ. അതിന്റെ ഇടയിൽ റസൂൽ പറഞ്ഞൊരു വാചകാണ്, ജിബ്രീൽ എന്നെയും കൊണ്ട് സിദ്റത്തുൽ മുൻതഹ വരെ പോയി. സിദ്റത്തുൽ മുൻതഹ എന്ന് പറഞ്ഞാൽ സിദ്റത്തിന്റെ ഇലഞ്ഞിമരം. സിദ്റത്തുൽ മുൻതഹ അങ്ങേ അറ്റത്തെ ഇലഞ്ഞിമരം. ഇലഞ്ഞിമരം ഭയങ്കരമായ ഒരു മരമാണത്. അങ്ങേ അറ്റത്ത് ഇലന്ത മരം എന്ന് പറയാൻ കാരണം അത് അങ്ങേ അറ്റാണ്. സൃഷ്ടികളുടെ അറിവിന്റെ അങ്ങേ അറ്റമാണ്. സൃഷ്ടികളുമായിട്ടുള്ള ആകാശബന്ധത്തിന്റെ അങ്ങേ അറ്റമാണ്. അതിന്റെ അപ്പുറത്തേക്കുള്ള ബന്ധം സൃഷ്ടികൾക്കില്ല. മലക്കുകൾക്ക് പോലും അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ അനുമതിയില്ല. ലാസ്റ്റ് എൻഡാണ്. അതുകൊണ്ടാണ് സിദ്റത്തുൽ മുൻതഹ, അങ്ങേ അറ്റത്തെ ഇലഞ്ഞി മരം എന്നതിന് പേരിട്ടത്. അതിന്റെ അപ്പുറത്തേക്ക് അറിവിന്റെ അറ്റമാണത്, ഭൂമിയുടെ പരിധിയുടെ അറ്റമാണത്, സൃഷ്ടികളുടെ പരിധിയുടെ അറ്റമാണത്. അതിന്റെ അപ്പുറത്തേക്ക് ആർക്കും പോകാൻ പറ്റുകയില്ല. സിദ്റത്തുൽ മുൻതഹ. ഫഗശിയഹ അൽവാനുൻ ലാ അദ്രി മാ ഹിയ. ആ സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന മരത്തിന് ഒരുപാട് കളറുകളുണ്ട്. എനിക്കറിയില്ല എന്തൊക്കെയാണ് എന്നുള്ളത്. നല്ല വർണ്ണഭമായ ഒരു മരമാണ്. ഒരുപാട് കളറുകളുള്ള, കളറുകളാൽ അലങ്കരിക്കപ്പെട്ട ഭയങ്കരമായ ഒരു മരമാണ് സിദ്റത്തുൽ മുൻതഹ. അതിന്റെ ഇലേനെ വലിയ ഇലയാണെന്ന് പറഞ്ഞത്. ആനച്ചെവി പോലത്തെ വലിയ ഇലയുള്ള ഒരു ഭയങ്കരമായ മരം, ഫുള്ള് കളറുകൾ കൊണ്ട് വർണ്ണിക്കപ്പെട്ട ഒരു മരം, സിദ്റത്തുൽ മുൻതഹ. ഫഗശിയഹ അൽവാനുൻ ലാ അദ്രി മാ ഹിയ. അങ്ങനെയുള്ള സിദ്റത്തുൽ മുൻതഹന്റെ അടുക്കൽ വരെ ഞാൻ എത്തി. സുമ്മ ഖാല, റസൂൽ പറഞ്ഞു, സുമ്മ ദഖൽതുൽ ജന്നത, പിന്നെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അവിടെയാണെന്നുള്ളത് സ്വർഗമുള്ളത് അല്ലെ. നമ്മള് സ്വർഗത്തിന്റെ പേര് പറയുമ്പോൾ കൂടുതൽ പറഞ്ഞിരുന്നു എന്ത്, ഇന്ദഹ. സ്വർഗത്തിന്റെ പേര് പറഞ്ഞപ്പോൾ നമ്മള് ഒരു പേര് ഏതാണത്? ഇന്ദഹ സിദ്റത്തുൽ മുൻതഹ, ഇന്ദഹ ജന്നത്തുൽ മഅവ. തൊട്ടുമുമ്പത്തായത് എന്താണ്?
സൂറത്തുൻ നജ്മ്, ഐന്ദഹ ജന്നത്തുൽ മഅവ, സിദ്റത്തുൽ മുൻതഹന്റെ അടുക്കലാണ് ജന്നത്തുൽ മഅവയുള്ളത്, സ്വർഗമുള്ളത് അതിന് തൊട്ട് ശേഷം. സിദ്റത്തുൽ മുൻതഹന്റെ അപ്പുറത്ത് ഐന്ദഹ, ആ സിദ്റത്തുൽ മുൻതഹന്റെ അടുക്കലാണ് ജന്നത്തുൽ മഅവ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തിയപ്പോൾ പിന്നെ അടുത്തത് എന്താണ്? സ്വർഗ്ഗാണ്. റസൂലുള്ളാഹി പറയാണ് സുമ്മ ദഖൽതുൽ ജന്നത, ഞാൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. അവിടുന്ന് അങ്ങോട്ടേക്ക് ജിബ്രീലിനും ഇതില്ല, പോകാൻ അനുവാദമില്ല. അവിടെ എത്തിയപ്പോൾ ജിബ്രീൽ റസൂലുള്ളാഹി പറഞ്ഞു, പ്രവാചകരെ അങ്ങ് പോ, എനിക്ക് ഇവിടെ വരെ അനുവാദമുള്ളൂ, സിദ്റത്തുൽ മുൻതഹയാണ് എന്താണ്. ഫൈദാ ഫീഹാ ജനാബിദുൽ ലുഅ്ലുഅ, ലുഅ്ലു, മുത്തിന്റെ, ലുഅ്ലുഇന്റെ, ലുഅ്ലു എന്ന് പറഞ്ഞാല് മുത്ത്, എന്താ പറയാ, ലുഅ്ലു മുത്ത്, മുത്തിന്റെ തായികക്കുടം, കുബ്ബ, മുത്ത് കൊണ്ടുണ്ടാക്കിയ കുബ്ബകൾ അവിടെയുണ്ട് സ്വർഗത്തില്. ഞാൻ സ്വർഗത്തിൽ അത് കണ്ടു. ഫൈദ തുറാബുഹ അൽ മിസ്ക്, അതിന്റെ മണ്ണാണെങ്കിലോ കസ്തൂരിയുമാണ്, കസ്തൂരിയുടെ മണമുള്ള മണ്ണ്, അത് ഞാൻ അവിടെ കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂലുള്ളാഹി ഇസ്രാ മിഅ്റാജ് പോയപ്പോൾ സ്വർഗത്തെ കണ്ടു. സുമ്മ ദഖൽതുൽ ജന്നത, ഞാൻ സ്വർഗത്തിൽ കയറി. റസൂലുള്ളാഹി പറയാ, അവിടെ സ്വർഗത്തിന്റെ ഉള്ളിൽ എന്തുണ്ട്? കുറെ തായിക കുടങ്ങൾ, കുബ്ബകൾ, ഇങ്ങനെ മുത്തിന്റെ തായിക കുടങ്ങൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് അവിടെ. അതിന്റെ മണ്ണാണെങ്കിലോ കസ്തൂരിയുടെ മണമുള്ള മണ്ണാണ് എന്ന്. അപ്പൊ ഇതിൽ എന്ത് മനസ്സിലായി? സ്വർഗം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന്. മറ്റൊരു ഹദീസ്, അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലമ്മാ ഖലഖല്ലാഹുൽ ജന്നത വന്നാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തെയും നരകത്തെയും സൃഷ്ടിച്ചപ്പോൾ അർസല ജബ്രായീല ഇലൽ ജന്ന, ജിബ്രീലിനെ സ്വർഗ്ഗത്തിലേക്ക് പറഞ്ഞയച്ചു. ജിബ്രീൽ, ജബ്രായീൽ രണ്ടും ഒരു മലക്കിന്റെ പേരാണ്. രണ്ട് പ്രയോഗങ്ങളാണ് അത്ര, ഒരേ അർത്ഥമാണ്. ജിബ്രീൽ, ജബ്രായീൽ. ജിബ്രീലിനെ സ്വർഗത്തിലേക്ക് പറഞ്ഞയച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല. ഫഖാല ഉൻദുർ ഇലൈഹ, ജിബ്രീലിനോട് അല്ലാഹു പറഞ്ഞു, നീ സ്വർഗ്ഗം നോക്ക്. വഇലാ മാ അഅദത്തു ലി അഹ്ലിഹാ ഫീഹാ, സ്വർഗ്ഗത്തിൽ ഞാൻ സ്വർഗ്ഗക്കാർക്ക് വേണ്ടി ഒരുക്കി വെച്ച എന്തൊക്കെയുണ്ട് നോക്ക് എന്ന് പറഞ്ഞു. ഫജാ ഫനല്ലറ ഇലൈഹ, അങ്ങനെ ജിബ്രീൽ പോയി സ്വർഗ്ഗത്തെ നോക്കി. വഇലാ മാ അഅദല്ലാഹു ലി അഹ്ലിഹാ ഫീഹാ, സ്വർഗ്ഗത്തിൽ സ്വർഗ്ഗക്കാർക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് കൂട്ടിയത് എന്താണ് അതൊക്കെ നോക്കി, അള്ളാഹു ഒരുക്കി വെച്ചു കൊടുത്തതൊക്കെ നോക്കി. സുമ്മ ഖാല ഇദ്ഹബ് ഇലൻ നാർ, നീ നരകത്തിലേക്ക് പോ. ഫൻദുർ ഇലൈഹ വഇലാ മാ അഅദത്തു ലി അഹ്ലിഹാ ഫീഹാ, നരകത്തേക്ക് പോയി നോക്ക്, നരകക്കാർക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ച എന്താണെന്ന് നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ജിബ്രീൽ എന്ത് ചെയ്തു? ഫനദറ ഇലൈഹ ഫഇദാ ഹിയ യർകുബു ബഅദുഹാ ബഅദൻ, അപ്പൊ നരകം ഒന്നിന്റെ മേൽ ഒന്ന് അട്ടിക്കട്ടിക്ക് വെച്ചത് പോലെ ഉണ്ട്, ഒന്നിന്റെ മേൽ കയറി നിൽക്കുന്ന വേറൊന്ന് പോലെ നരകമുണ്ട് എന്ന്. അപ്പോൾ സ്വർഗവും നരകവും എന്ത് ചെയ്തു? നേരത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. സ്വർഗം കണ്ടിട്ട് ജിബ്രീൽ പറയുന്നുണ്ട്, അല്ലാഹുവേ, ഈ സ്വർഗത്തെ കണ്ടവരാരും തന്നെ ഈ സ്വർഗത്തെ കൊതിക്കാതിരിക്കുകയില്ല, അത്രമാത്രം സുന്ദരമാണ് സ്വർഗം, സുഖാനുഭൂതിയുടെ ഒരു ലോകമാണ് സ്വർഗം എന്ന് ജിബ്രീൽ പറയും. നരകത്ത് നോക്കിയിട്ട് പറയും ജിബ്രീൽ, അല്ലാഹുവേ, ഈ നരകത്തെ കണ്ടവരാരും ഇവിടെ കയറാൻ കൊതിക്കുകയില്ല, ഉറപ്പ് പേടിക്കുന്നു. അല്ലാഹു എന്ത് ചെയ്തു? സ്വർഗത്തെ പ്രയാസങ്ങൾ കൊണ്ട് എന്ത് ചെയ്തു? ബുദ്ധിമുട്ടുകൾ കൊണ്ട് മൂടി. ബുദ്ധിമുട്ടുകൾ കൊണ്ട് സ്വർഗത്തെ മൂടി. ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ. നരകത്തെ ദേഹേച്ഛകൾ കൊണ്ട് മൂടി, സുഖലോൽപത കൊണ്ട് നരകത്തെ മൂടി. എന്റെ ജിബിലുണ്ട്, അള്ളാഹ് പറഞ്ഞു, ജിബിലി ഒന്നും കൂടെ പോയി നോക്ക്, ജിബിലി സ്വർഗത്തെ പോയി നോക്ക് ഒന്നും കൂടെ, രണ്ടാമത്തെ പ്രാവശ്യം. അപ്പൊ സ്വർഗത്തെ കാണും. പ്രയാസങ്ങൾ കൊണ്ട് ഒരുപാട് കർമ്മങ്ങൾ ചെയ്തവർക്ക് മാത്രം കിട്ടുന്ന ഒന്നായി മാറിയത് സ്വർഗം. ജിബ്രീൽ തിരിച്ചു വെച്ചു, അല്ലാഹുവേ, ഈ സ്വർഗത്തിൽ നിന്റെ അടിമകൾ കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പ്രയാസപ്പെട്ടിട്ട് സഹിച്ചിട്ട് കയറുന്നവർക്ക് കയറാൻ പറ്റുള്ളൂ. നരകത്തെ പോയി നോക്കിയിട്ട് ജിബ്രീൽ പറയും, അല്ലാഹുവേ, നിന്റെ അടിമകൾ എല്ലാവരും ഇതിൽ പ്രവേശിച്ചു പോകുമോ എന്ന് ഞാൻ പേടിക്കുന്നു എന്ന്. കാരണം സുഖത്തിന്റെയും സുഖലോൽപന്മാരുടെ ദേഹേച്ഛയുടെ അടിമകളാണ് നമ്മളെല്ലാവരും. നരകക്കാരാകുമ്പോൾ ഞാൻ പേടിക്കുന്നു എന്ന് ജിബ്രീൽ പറഞ്ഞു. ഹദീസാണ്. അപ്പൊ ഇതെന്താണ്? ലമ്മ ഖലഖല്ലാഹു അൽ ജന്നത വന്നാർ, സ്വർഗത്തെയും നരകത്തെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് ഈ ഹദീസിലുണ്ട്. ഇതുപോലത്തെ ധാരാളം ഹദീസുകൾ സ്വർഗം നരകവും സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്.
ഇമാം തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വാചകവും അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അൽ ജന്നത്തു വന്നാറു മഖ്ലൂഖതാൻ. അൽ അഖീദത്തു തഹാവി എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥമാണ് ഇമാം തഹാവിയുടെ. അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ അഖീദ വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അതിൽ സ്വർഗത്തെ നരകത്തെ കുറിച്ച് പറയുന്നത് അൽ ജന്നത്തു വന്നാറു മഖ്ലൂഖതാൻ ലാ തഫ്നിയാനി അബദൻ വലാ തബീദാൻ. അതൊരിക്കലും ഇല്ലാണ്ടായി പോവുകയില്ല, തീർന്നു പോവുകയില്ല, അത് നശിക്കുകയില്ല. അത് എപ്പോഴും ഉണ്ടാവും സ്വർഗവും നരകവും. ഫഇന്നല്ലാഹ തആല ഖലഖൽ ജന്നത വന്നാറ ഖബ്ലൽ ഖൽഖ്. സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ സ്വർഗത്തെയും നരകത്തെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. വഖലഖ ലഹുമാ അഹ്ല. അതേപോലെ തന്നെ സ്വർഗത്തിന്റെ ആൾക്കാരെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്, നരകത്തിന്റെ ആൾക്കാരെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. നേരത്തെ അള്ളാഹുവിനെല്ലാം അറിയാം ആരൊക്കെ സ്വർഗത്തിൽ പോവും, ആരൊക്കെ നരകത്തിൽ പോകും. സ്വർഗത്തിന്റെ നരകത്തിന്റെ ആൾക്കാരും അള്ളാഹു നേരത്തെ അറിയാം. ഫമൻ ഷാഅ മിൻഹും ഇലൽ ജന്ന ഫദ്ലൻ. ആരെങ്കിലും സ്വർഗത്തിലേക്ക് അള്ളാഹു ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. വമൻ ഷാഅ മിൻഹും ഇലൻ നാർ അദ്ലൻ മിൻ. ആരെങ്കിലും നരകത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ ഔദാര്യം, അള്ളാഹുവിന്റെ നീതിയാണ്, അക്രമമല്ല. അള്ളാഹു ദുൽമ ചെയ്യുകയില്ല, നീതിപരമായിട്ട് അള്ളാഹു നരകത്തിലാക്കിയിട്ടുള്ളത്. വകുല്ലുൻ യഅമലു ലിമാ ഖദ് ഫുരിഗ ലഹ്. എല്ലാവരും അവൻ ഏതൊന്നിനു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടത് അതിനു വേണ്ടി അമൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നരകത്തിന്റെ ആൾക്കാർ നരകത്തിലേക്കുള്ള അമൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, സ്വർഗത്തിലേക്ക് ആൾക്കാർ സ്വർഗത്തിന്റെ അമൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്താൽ മതി, നമ്മൾ എന്ത് അമല ചെയ്യുന്നത്. സ്വർഗത്തിന്റെ അമൽ ചെയ്യുന്നവരാണ് എങ്കിൽ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് സ്വർഗത്തിലേക്കാണ്. നമ്മൾ ഹറാമുകൾ ചെയ്യുന്ന ആൾക്കാരാണ് നരകത്തിന്റെ അമല ചെയ്യുന്നെങ്കിൽ മനസ്സിലാക്കുക നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നരകത്തിന് വേണ്ടിയിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിക ലഹു. എല്ലാവരും അവൻ ഏതൊന്നിനു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടത്, സ്വർഗത്തിനാണെങ്കിൽ സ്വർഗത്തിന്, നരകത്തിലേക്കാണെങ്കിൽ നരകത്തിലേക്ക്, അതിലേക്ക് എളുപ്പമാക്കപ്പെടും. ആ പ്രവർത്തനം ചെയ്യാൻ എളുപ്പമുണ്ടാവും. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഭയങ്കര ഭാരമായിരിക്കും നരകക്കാരന്, ചെയ്യാൻ കഴിയില്ല. കാരണം അവർക്ക് എളുപ്പം എന്തായിരിക്കും, തിന്മ ചെയ്യാനായിരിക്കും, ഹറാമുകൾ ചെയ്യാനായിരിക്കും. മുയസ്സറുൻ ലിമാ ഖുലിക ലഹു. എന്നാൽ സ്വർഗത്തിന്റെ ആൾക്കാർക്ക് നന്മകൾ ചെയ്യാൻ ഭയങ്കര ത്വരയായിരിക്കും, വ്യഗ്രതയായിരിക്കും, താല്പര്യമായിരിക്കും. ദീനി പ്രവർത്തനങ്ങൾ ഇടപെടാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഭയങ്കര താല്പര്യവും ആവേശമായിരിക്കും. എന്തുകൊണ്ടാണ്? മുയസ്സറുൻ ലിമാ ഖുലിക ലഹു. അവൻ സൃഷ്ടിക്കപ്പെട്ടത് സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. വസായിറുൻ ലിമാ ഖുലിക ലഹു. ഓരോരുത്തരും അവൻ എന്തിനു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത് അതിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. വൽ ഖൈറു വശർറു മുഖദ്ദറാനി അലൽ ഇബാദ്. ഖൈറും ശർറും അടിമകളുടെ മേൽ ഖദറാക്കപ്പെട്ടതാണ്. അള്ളാഹു നേരത്തെ തീരുമാനിച്ച അറിയുന്ന അള്ളാഹുവിന്റെ കാര്യങ്ങളാണ്. ഖദറിന്റെ വിശ്വാസം നമുക്കറിയാലോ. 4 കാര്യങ്ങൾ. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം നേരത്തെ അറിഞ്ഞിട്ടുണ്ട്. ഉണ്ടാകാൻ പോകുന്നതെല്ലാം അള്ളാഹ്ക്ക് നേരത്തെ അറിയാം. ആരൊക്കെയാണ് സ്വർഗത്തിൽ പോകുന്ന അള്ളാഹ്ക്ക് നേരത്തെ അറിയാം, ആരൊക്കെയാണ് നരകത്തിൽ പോകുന്ന അള്ളാഹ്ക്ക് നേരത്തെ അറിയാം. അതുപോലെ തന്നെ അതെല്ലാം അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. 2ാമത്തെ കാര്യം. 3ാമത്തേത്, ആ രേഖപ്പെടുത്തിയ കാര്യം തീരുമാനിക്കുക അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് അത് ഉണ്ടാകുക, മശീയത്ത്. 4ാമത്തേത് അതിനെ സൃഷ്ടിക്കുന്നതാണ് അള്ളാഹുവാണ്. ഈ 4 കാര്യങ്ങളിലുള്ള വിശ്വാസമാണ് അൽ ഈമാനു ബിൽ ഖദർ, ഖദറിലെ വിശ്വാസം. അള്ളാഹുവിനെല്ലാം നേരത്തെ അറിയാം, അതെല്ലാം അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ ഉണ്ടാകുക, ഉദ്ദേശിച്ച കാര്യങ്ങളെ ഉണ്ടാക്കുന്ന ഖാലിഖും അള്ളാഹുവാണ് എന്നുള്ളത്. ഇതാണ് ഇമാം അത്തഹാവി റഹ്മത്തുള്ളാഹി പറഞ്ഞത്. ഇത് അഹ്ലുസുന്നത്തിന്റെ അഖീദയാണ്. സ്വർഗത്തെ നരകത്തെയും കുറിച്ചും അതിന്റെ ആൾക്കാരെ കുറിച്ചുമുള്ള അഹ്ലുസുന്നത്തിന്റെ അഖീദയാണ്. ഇതേപോലെ തന്നെ വേറെയും ധാരാളം ഹദീസുകൾ സ്വർഗമുണ്ട് എന്നത് വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ഹദീസും കൂടി അദ്ദേഹം കൊടുക്കുന്നത് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ നിസ്മത്തുൽ മുഅ്മിൻ, നസമത്തുൽ മുഅ്മിൻ, മുഅ്മിന്റെ നസമത്ത്, നസമത്ത് എന്ന് പറഞ്ഞാൽ റൂഹ്, മുഅ്മിന്റെ റൂഹ് ത്വായിറുൻ യഅലുകു ഫീ ഷജറിൽ ജന്ന. സ്വർഗത്തിന്റെ മരത്തിൽ, അത് സ്വർഗത്തിന്റെ മരത്തിന്റെ ഫലങ്ങളും കഴിച്ച് ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നത്. മുഅ്മിന്റെ റൂഹ് അത് സ്വർഗത്തിന്റെ മരത്തിൽ പാറിക്കളിക്കും. സ്വർഗത്തിന്റെ മരത്തിൽ ചെന്ന് വെച്ച് സ്വർഗത്തിന്റെ മരത്തിലുള്ള ഫലങ്ങൾ കുത്തി തിന്നുന്നുണ്ടാവും. ഹത്താ യുർജിഅഹു അല്ലാഹു തബാറക വ തആല ഇലാ ജസദിഹി യൗമ യബ്അസുഹു. നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സന്ദർഭത്തിൽ ആ റൂഹിനെ ആ റൂഹിന്റെ ശരീരത്തിലേക്ക് അള്ളാഹു മടക്കുന്നത് വരെ അങ്ങനെ ഉണ്ടാവും. മുഅ്മിന്റെ റൂഹ് സ്വർഗത്തിലെ മരത്തിൽ പഴവർഗ്ഗങ്ങൾ കഴിച്ചുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നുണ്ടാവും. നമ്മൾ ഓരോരുത്തർ റൂഹ്, അള്ളാഹു നമ്മുടെയൊക്കെ റൂഹിനെ അത്തരത്തിലുള്ള റൂഹിൽപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് വരെ, നമ്മുടെ ശരീരത്തെ, ആ റൂഹിനെ നമ്മുടെ ശരീരത്തിലേക്ക് മടക്കി അയക്കുന്നത് വരെ മുഅ്മിന്റെ റൂഹ് സ്വർഗത്തിലെ മരത്തിൽ ഇങ്ങനെ പാറിക്കളിക്കുന്നുണ്ടാവും, അവിടുത്തെ പഴങ്ങളൊക്കെ കൊത്തി തിന്നുകൊണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തായിറുൻ യഅലുകു ഫീ ഷജറിൽ ജന്ന ഹത്താ യുർജിഅഹു അല്ലാഹു തബാറക വ തആല
ഇലാ ജസദിഹി യൗമ യബ്അസുഹു. നമുക്ക് ഈ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. സ്വർഗവും നരകവും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, അത് ഇപ്പോഴും ഉണ്ട്, അതൊരിക്കലും നശിക്കുകയില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച സ്വർഗം എവിടെയാണ്, നരകം എവിടെയാണ് ഉള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതിലും പറഞ്ഞതിലും ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ സ്വർഗം നേടാനും കാഫിരീങ്ങൾക്കും ദുർമാർഗികൾക്കും ഒരുക്കിയ നരകത്തിൽ നിന്നും രക്ഷ നേടാനും നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹാദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.